ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയുമായി സപ്ലൈകോ 21 കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോയിൽ ഇന്ന് മാത്രം വിറ്റഴിച്ചത്. ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിൽപ്പന 300 കോടി കടന്നു. ഷിജോ കുര്യൻ ചേർന്നുണ്ട്. ഷിജോ, ഓണത്തിന് ഇനിയും 3-4 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ആ ദിവസം കൂടി പരിഗണിച്ചാൽ സപ്ലൈകോയുടെ വിറ്റുവരവ് വലിയൊരു സംഖ്യയിലേക്ക് എത്തുമായിരിക്കും അല്ലേ? സച്ചിൻ, അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാത്രം 297 കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോയിൽ നടന്നത്. അതുതന്നെ സപ്ലൈകോയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും അധികം വിൽപ്പന നടന്ന ഒരു മാസം കൂടിയാണ്. എന്നാൽ ഇന്ന് സപ്ലൈകോയെ സംബന്ധിച്ചുകൊണ്ട് സപ്ലൈകോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന വിൽപ്പനയാണ് ഇന്ന് നടന്നത്. 21 കോടി, ഏതാണ്ട് 22 കോടിക്കടുത്ത് രൂപയുടെ വിൽപ്പന ഇന്ന് മാത്രം സപ്ലൈകോയിൽ നടന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി 19 കോടി രൂപയുടെ കച്ചവടമാണ് സപ്ലൈകോയിൽ നടന്നത്. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും റെക്കോർഡ് വില. എന്നാൽ നേരത്തെ തന്നെ 15 കോടിയുടെ വിൽപ്പന സപ്ലൈകോയിൽ നടന്നിരുന്നു. അതിന് പിന്നാലെ ഇക്കഴിഞ്ഞ മാസമാണ് അത് ഏറ്റവും കൂടിയ തരത്തിലേക്ക് ഉയർന്നത്. എന്നാൽ ഇന്ന് 22 കോടിക്കടുത്ത് രൂപയുടെ വിൽപ്പന സപ്ലൈകോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിലായിട്ട് നടന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഓണക്കാലത്ത് 300 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഏതാണ്ട് ഓണമെടുക്കാൻ ഇനിയും 2-3 ദിവസം ബാക്കി നിൽക്കെ 319.3 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോയിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇരട്ടിയിലധികം രൂപയുടെ വർധനവ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ന് 22 കോടിക്ക് അടുത്ത് രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. ഓണക്കാലത്ത് 300 കോടിയാണ് സപ്ലൈകോ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ അത് 319 കോടിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. 49 ലക്ഷത്തോളം, ഏതാണ്ട് 1/2 കോടിയിലധികം, 50 ലക്ഷത്തോളം അധികം ആളുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശ്രയിച്ചിട്ടുണ്ട് എന്നും സപ്ലൈകോ നൽകിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണം അടുക്കുന്നതോടുകൂടി വിൽപ്പന ഏതാണ്ട് 350 കോടിക്കടുത്ത് അല്ലെങ്കിൽ 350 കോടിക്ക് മുകളിലേക്ക് പോകുമെന്ന വിലയിരുത്തലും നിലവിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനുണ്ട്. സച്ചിൻ, ശരി.